ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ്. RTA നിയമപ്രകാരം വിലക്കപ്പെട്ടവ ഒഴികെ ഒരു വിവരവും മറച്ചുവെക്കരുതെന്ന് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൽ ഹക്കീം ചൂണ്ടിക്കാട്ടി. നൽകാനാവാത്ത വിവരങ്ങൾ സെക്ഷൻ 10A പ്രകാരം വേർതിരിച്ച് ബാക്കി മുഴുവൻ വിവരങ്ങളും നൽകണം. ഈ മാസം 25-നകം റിപ്പോർട്ട് അപേക്ഷകർക്ക് നൽകണമെന്നും ഉത്തരവ്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റിയുടേത്. വിവരങ്ങളുമായി അല്ലമീനും ന്യൂസ് ഡെസ്കിൽ നിന്ന് വിനീത വേണുവുമുണ്ട്. ആദ്യം അല്ലമീനിലേക്ക്. അല്ലമീൻ, വിവരാവകാശ കമ്മീഷന്റെ ഒരു അസാധാരണമായ ഉത്തരവായി ഇപ്പോൾ ഇതിനെ കാണേണ്ടതുണ്ടോ? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് കാലങ്ങളായെങ്കിലും അത് സംബന്ധിച്ച് വിവരങ്ങൾ തേടുമ്പോൾ ഒരു ഘട്ടത്തിലും സർക്കാർ ഒരു വിവരവും പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല. എന്താണ് ഇപ്പോൾ കമ്മീഷന്റെ ഉത്തരവ്? സുപ്രധാനമായ ഒരു ഉത്തരവാണ് വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഉത്തരവിലൂടെ വിവരാവകാശ കമ്മീഷൻ നൽകിയിരിക്കുന്നത്. RTA പ്രകാരം വിലക്കപ്പെട്ട വിവരങ്ങൾ ഒഴികെ മറ്റെല്ലാം പുറത്തുവിടണമെന്നുള്ളതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് സമയപരിധി കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സമയപരിധി കൂടി നിശ്ചയിച്ചിട്ടുണ്ട് കമ്മീഷൻ. ഈ ജൂലൈ 25-നകം റിപ്പോർട്ട് അപേക്ഷകർക്ക് കൈമാറണമെന്നുള്ളതാണ്. അങ്ങനെ കൈമാറാനായില്ല എങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കമ്മീഷന് മുന്നിൽ ഹാജരായി നിലപാട് വിശദീകരിക്കണമെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, റിപ്പോർട്ട് പുറത്തുവിടാത്ത പലപ്പോഴും പലതരത്തിലുള്ള ആളുകൾ ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം ഉൾപ്പെടെ റിപ്പോർട്ടിൻ്റെ അന്തസ്സത്ത് ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചിരുന്നു സർക്കാരിനെ. പക്ഷേ അപ്പോഴൊന്നും സാംസ്കാരിക വകുപ്പ് ഇത് പുറത്തുവിട്ടിരുന്നില്ല. അങ്ങനെ പുറത്തുവിടാത്ത നടപടിയെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് വിവരാവകാശ കമ്മീഷൻ എന്നുള്ളതാണ് ഏറെ പ്രധാനം. സാംസ്കാരിക വകുപ്പ് മുൻവിധിയോടെ ഈ വിവരങ്ങൾ തടഞ്ഞു വെച്ചു എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. വിവരാവകാശ നിയമപ്രകാരം ഒരിക്കൽ വിലക്കപ്പെട്ട വിവരങ്ങൾ അത് എല്ലാ കാലത്തും വിലക്കപ്പെട്ട കനിയായി തുടരുകയില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ അത് പുറത്തുവിടേണ്ടി വരുമെന്ന് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് കമ്മീഷൻ. സുപ്രധാനമായിട്ടുള്ള നടപടി.